പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായ വിവർത്തന പരിചയം മലയാളം കമ്പ്യൂട്ടിങ് അതിൻ്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു പാർട്ട് നമ്മൾ ഇതിക്ക് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോവാം. വിവർത്തന സിദ്ധാന്തങ്ങൾ തൊട്ടാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് പണ്ഡിതനായ ഏറ്റിയൻ ഡോലെ എന്ന് പറയുന്ന ഒരു വ്യക്തി വിവർത്തന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഞ്ചതത്വങ്ങൾ, ഡോട്ട്ലറുടെ പഞ്ചതത്വങ്ങൾ എന്നാണ് ആ സിദ്ധാന്തങ്ങളെ പൊതുവെ പറയുന്നത്. AD 1540 അദ്ദേഹം ഈ തത്വങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നാൽ അണ്ടർസ്റ്റാൻഡ് ദ കണ്ടൻറ്റ് ഓഫ് സോഴ്സ് ടെക്സ്റ്റ് എന്നുള്ളതാണ് ഒന്നാമത്തത്. അതായത് സ്രോത വാചകത്തിൻ്റെ ഉള്ളടക്കം ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് ബി പ്രൊഫിഷ്യൻ്റ് ഇൻ ബോത്ത് ദ സോഴ്സ് ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജ്. അതായത് സ്രോതഭാഷയിലും ലക്ഷ്യഭാഷയിലും പ്രാവീണ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ തത്വം. മൂന്നാമത്തത് അവോയ്ഡ് ട്രാൻസ്ലേറ്റിംഗ് വേർഡ് ഫോർ വേർഡ്. അതായത് പദാനുപദ വിവർത്തനം ഒഴിവാക്കുക എന്നുള്ളതാണ്. യൂസ് കോമൺ എവരിഡേ ലാംഗ്വേജ്. സാധാരണയായിട്ടുള്ളതും ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പദങ്ങളൊക്കെ വിവർത്തനത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ തത്വം. അഞ്ചാമത്തത് പ്രൊഡ്യൂസ് ദ ടാർഗറ്റ് ടെക്സ്റ്റ് ഇൻ ആൻ എലോക്വൻ്റ് ആൻഡ് ഹാർമോണിയസ് സ്റ്റൈല്. അതായത് ഒരു വാചാലവും യോജിപ്പുള്ളതുമായിട്ടുള്ളൊരു ശൈലിയിൽ ഈ ഒരു ലക്ഷ്യ വാചകം നിർമ്മിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ നാലാമത്തെ ഇത് തന്നെ, സാധാരണയായിട്ടുള്ളതും ദൈനംദിനമായി ഉപയോഗിക്കുന്ന വാചകങ്ങൾ ഭാഷയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വേറൊരു വേർഷൻ. അപ്പം ഇങ്ങനെ ഒരു 5 രീതിയിൽ 5 തത്വങ്ങളാണ് ഈ ഏറ്റിയൻ ഡോലെ ആവിഷ്കരിച്ച ഡോലറ്റിൻ്റെ പഞ്ചതത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിക്ക് ശേഷം വേറെ പല പണ്ഡിതരും പല രീതിയിൽ സിദ്ധാന്തങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൾസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയ അലക്സാണ്ടർ ടൈറ്റ്ലർ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തപ്രകാരം വിവർത്തനം മൂലകൃതിയെ കൃത്യമായിട്ട് പിന്തുടരുന്നതായിരിക്കണമെന്നും സ്രോതപാഠത്തിൻ്റെ ശൈലിയും ആശയവും വിവർത്തനത്തിൽ നിലനിർത്താൻ ശ്രമിക്കണമെന്നും ഒക്കെ അദ്ദേഹം അതിനകത്ത് വാദിച്ചിട്ടുണ്ട്. പിന്നെ ഫിഡലിറ്റി, അതായത് വിശ്വസ്തത, ക്ലാരിറ്റി, അതായത് വ്യക്തത, എലഗൻസ്, അതായത് ചാരുത എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിവർത്തന സിദ്ധാന്തങ്ങളൊക്കെ ആവിഷ്കരിച്ചത്. തുടർന്ന് പാശ്ചാത്യ സാഹിത്യത്തിൽ സുപ്രധാനമായ പല വിവർത്തന സിദ്ധാന്തങ്ങളും ഉണ്ടായി. അതാണ് നമുക്കിനി താഴെ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഈ സിദ്ധാന്തങ്ങളൊക്കെ തന്നെയും ഒരു വാദം എന്നുള്ള നിലക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് അത് കൃത്യതയോടുകൂടി ആവിഷ്കരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളല്ല. അതിനാൽ തന്നെ അവർ സ്വന്തം സിദ്ധാന്തങ്ങളെ വാദിച്ച് ആവിഷ്കരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിനൊരു പ്രതിവാദവുമുണ്ട്, മറുവാദവുമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആദ്യം മാത്യു അർണോൾഡ് എന്നൊരു വ്യക്തി, അദ്ദേഹം ഇംഗ്ലീഷ് കവിയും നിരൂപകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പണ്ഡിത പാരിതോഷവാദമാണ് നമുക്ക് ആദ്യം പരിശോധിക്കാം. തിയറി ഓഫ് സ്കോളർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ അദ്ദേഹം ഗ്രീക്ക് മഹാകവിയായ ഹോമറിൻ്റെ ഇലിയഡിൻ്റെ പല വിവർത്തനങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും അതിൻ്റെ മൂല്യനിർണ്ണയത്തെ പറ്റിയൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ സമർത്ഥിച്ച് പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓൺ ട്രാൻസ്ലേഷൻ ഹോമർ എന്നൊരു ലേഖനത്തിലാണ് അങ്ങനെ സമർത്ഥിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർക്ക് മാത്രമാണ് വിവർത്തനത്തെ വിലയിരുത്താൻ അർഹതയുള്ളത് എന്നാണ്. അതാണ് പണ്ഡിത പാരിതോഷവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു ഒറ്റ കേൾക്കലിൽ നമുക്കത് യുക്തിസഹമാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. എന്നുവെച്ചാൽ പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും പാണ്ഡിത്യം പല തട്ടിലാണ്. അപ്പോൾ ഇതിലേത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ഒരു വിവർത്തനം നടന്നു പോകും എന്നുള്ളത്, ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടതെന്നുള്ളൊരു പ്രശ്നമൊക്കെ അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം അത്ര തൃപ്തികരമല്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ അദ്ദേഹം വേറൊരു സിദ്ധാന്തം കൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്, നികക്ഷോഭല സിദ്ധാന്തം എന്ന് പറയും, ടെക്സ്റ്റ് ഓൺ തിയറി. അതിനകത്ത് അദ്ദേഹം ഒരു ക്ലാസിക് കൃതിയുടെ മൂലരൂപവുമായിട്ട് വിവർത്തനത്തെ തട്ടിച്ച് നോക്കണമെന്ന അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് മൂലകൃതിക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ട് വിവർത്തനം വേണം. അപ്പോൾ അതെന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിവർത്തനം സംഭവിച്ചു കഴിഞ്ഞ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ ഒരു കൃതിക്ക് അത്ര പ്രാധാന്യം ഉണ്ടാവില്ല. അതിൻ്റെ മൂലകൃതി തന്നെ എപ്പോഴും പ്രാധാന്യത്തിലിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു വാദം കൊണ്ടുവന്ന വ്യക്തിയാണ് FW ന്യൂമാൻ. അദ്ദേഹത്തിൻ്റെ വാദമാണ് മൂലാനുസാരിത്വവാദം എന്ന് പറയുന്നത്.
ഫ്രാൻസിസ് വില്യം ന്യൂമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം കൊണ്ടുവന്നതാണ് മൂലാനുസാരിത്വവാദം എന്ന് പറയുന്നത്. അതൊരു വിക്ടോറിയൻ കാലഘട്ടത്തിലെ വിവർത്തന സിദ്ധാന്തമാണ് അത് എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ലേറ്റർ ഷുഡ് റീറ്റെയിൻ എവറി പെക്യുലാരിറ്റി ഓഫ് ദ ഒറിജിനൽ സോ ഫാർ ആസ് ഹി ഈസ് ഏബിൾ വിത്ത് ഗ്രേറ്റർ കെയർ ദ മോർ ഫോറിൻ ഇൻ ഇറ്റ് മേ ബി എന്ന് പറയും. അതായത് സ്രോതഭാഷ അല്ലെങ്കിൽ മൂലകൃതിയുടെ സർവ്വ സവിശേഷതകളും വിവർത്തനത്തിൽ കൃത്യമായിട്ട് നിലനിർത്തണം എന്നുള്ളൊരു വിവർത്തന സിദ്ധാന്തമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ആ ഒരു സിദ്ധാന്തത്തെയാണ് മൂലാനുസാരിത്വവാദം എന്ന് പറയുന്നത്. അപ്പോൾ മൂലകൃതിയുടെ പശ്ചാത്തലവും കാലഘട്ടം പോലും വിവർത്തനത്തിൽ നിലനിർത്തണം എന്നൊരു നിർബന്ധമാണ് ഈ സിദ്ധാന്തം വഴി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി എന്താണ്? ഇതിനൊരു ദോഷമുണ്ട്. എന്താണ്? ഇപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ ഷേക്സ്പിയറുടെ ഒരു കൃതി മലയാളത്തിലേക്ക് ഇപ്പോൾ വിവർത്തനം ചെയ്യണതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ മലയാളം തന്നെ, അതായത് 16-ാം നൂറ്റാണ്ടിലെ മലയാളം തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? ഇന്ന് ആർക്ക് മനസ്സിലായി പോകും ആ ഒരു സംഗതി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിദ്ധാന്തത്തിനും പരിമിതി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പ്രശസ്ത ഭാഷാ പണ്ഡിതനായ പ്രൊഫസർ റിയു അദ്ദേഹം ഈ സിദ്ധാന്തത്തെ പരിഹസിച്ചു വരെയും പറയുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് വിവർത്തന സമമൂല്യത എന്ന് നമ്മൾ മനസ്സിലാക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് കറസ്പോണ്ടൻസ്. അതായത് ലോകത്തിലെ 2 ഭാഷകൾ തമ്മിൽ പൂർണ്ണമായിട്ട് സമാനതയും കൃത്യതയും ഉണ്ടാകില്ല. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് അല്ലേ? വിവർത്തന കാര്യത്തിൽ 2 ഭാഷകളിൽ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പദങ്ങളുടെ ഉപയോഗമാണ്. അതായത് ഒരു ഭാഷയിലുള്ള പദം അതേ അർത്ഥം തന്നെ ധ്വനിപ്പിക്കുന്ന രീതിയിൽ വേറൊരു ഭാഷയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു പദങ്ങളിലെ തുല്യത പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും അതിനൊരു സമമൂല്യമായിട്ടുള്ള വേറൊരു പദം കണ്ടെത്തുക എന്നുള്ളത് വിവർത്തകൻ്റെ ജോലിയാണ്. അതായത് അർത്ഥം ചോർന്നു പോകാതെ അതേ അർത്ഥം ധ്വനിപ്പിക്കുന്ന രീതിയിൽ ഒരു പദം ഇല്ല എങ്കിൽ തന്നെയും അതിന് ഒരു ഏകദേശ രൂപ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് അനുവാചകർക്ക് കഴിയുന്ന വിധത്തിൽ ലക്ഷ്യഭാഷയിൽ ഒരു പദം കണ്ടെത്തി ആവിഷ്കരിക്കണം. വിവർത്തകൻ അങ്ങനെ ഒരു സംഭവം ചെയ്യണം. അപ്പോൾ അതിനെയാണ് വിവർത്തന സമമൂല്യത എന്ന് പറയുന്നത്. അങ്ങനെ വിവർത്തകൻ ചെയ്യുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ ആദേശ പരീക്ഷണം എന്ന് പറയുന്നത്. അതായത് മൂലഭാഷയിലെ ഒരു പദത്തിന് തുല്യത സമം കൽപ്പിക്കാൻ പറ്റിയ ഒരു പദം ലക്ഷ്യഭാഷയിൽ ഇല്ല എങ്കിൽ ആ ഒരു സമമൂല്യത കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സമ്പ്രദായം ഈ വിവർത്തകൻ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിനെയാണ് ആദേശ പരീക്ഷണം എന്ന് പറയുന്നത്. അതായത് മൂലപാഠത്തിൻ്റെ പദത്തിനോ പദസമൂഹത്തിനോ പകരമായിട്ട് തത്തുല്യമായ ലക്ഷ്യഭാഷാ പാഠം പകരം വയ്ക്കലാണ് ആദേശ പരീക്ഷണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിവർത്തന സമമൂല്യത സംഭവിക്കാനായിട്ട് 2 തരം വീക്ഷണങ്ങളിലൂടെയാണ് സാധിക്കുന്നത്. അതായത് ആദേശ പരീക്ഷണം നടത്തുന്നുണ്ടല്ലോ നമ്മൾ, വിവർത്തന സമമൂല്യത ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കാനായിട്ട് 2 തരം വീക്ഷണങ്ങളിലൂടെയാണ് ഇത് സംഭവിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അത് ഒരു വാദം എന്ന് പറയുന്നത് രൂപതുല്യതാവാദമാണ്. അതായത് ഫോർമൽ ഈക്വലൻസ് എന്ന് പറയും. രണ്ടാമത്തത് ചലനാത്മക തുല്യത എന്നുള്ളതാണ്, ഡൈനാമിക് ഈക്വലൻസ്. അങ്ങനെ 2 വീക്ഷണത്തിലൂടെയാണ് ഈ ഒരു സ്രോതപാഠവും ലക്ഷ്യപാഠവും തമ്മിലുള്ള തുലനം ഏത് വിധത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ കണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ രൂപതുല്യതാവാദം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതായത് മൂലഭാഷയിലെ ഒരു ഭാഗത്തിന് ആ ഒരു ഭാഷയിലെ സ്വരൂപത്തോടും ആവുന്നത്ര തുല്യമായൊരു സ്ഥാനം കൽപ്പിക്കാവുന്ന ഒരു ലക്ഷ്യഭാഷാ ഭാഗമുണ്ടെങ്കിൽ അതിന് രൂപപരമായൊരു തുല്യത ഉണ്ടെന്ന് കാണാം. ഒന്നുകൂടെ പറയാം, മൂലഭാഷയിലെ ഒരു ഭാഗത്തിന് ആ ഭാഷയിലെ സ്വരൂപത്തോടും ആവുന്നത്ര തുല്യമായ സ്ഥാനം കൽപ്പിക്കാവുന്ന ഒരു ലക്ഷ്യഭാഷാ ഭാഗമുണ്ടെങ്കിൽ അതിന് രൂപപരമായ തുല്യത ഉണ്ടെന്ന് കാണാം. അപ്പോൾ അത് രൂപതുല്യതാവാദത്തിൽ അതാണ് പ്രത്യേകമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് മൂലഭാഷയിലെ പദവാക്യ ഛന്തോലങ്കാരങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇത്തരം വിവർത്തനം നിർവഹിക്കപ്പെടുന്നു. പദാനുപദ വാക്യാനുവാക്യ രീതിയിലുള്ളൊരു വിവർത്തനമാണ് ഈ തുല്യതാ വിവർത്തനം എന്ന് പറയുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം അദ്ദേഹം വിവർത്തനം ചെയ്തിരിക്കുന്നത് ആ ഒരു സ്വഭാവത്തിലാണ്. ഈ ഒരു രൂപതുല്യതാവാദം നിലനിർത്തിക്കൊണ്ടിട്ടുള്ളൊരു സ്വഭാവത്തിലാണ് അദ്ദേഹം മഹാഭാരതം വിവർത്തനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇവിടെ ബൈബിളിൽ ഉദാഹരിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രേറ്റ് വൺ അനദർ വിത്ത് എ ഹോളി കിസ് എന്നൊരു അഭിവാദ്യമുണ്ട് ഈ ബൈബിളിൽ. അപ്പോൾ അതൊരു അഭിവാദ്യമാണെന്നുള്ളത് ഇപ്പോൾ മലയാളീകരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല വിവർത്തകൻ. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ വിവർത്തിക്കണേണ്. എങ്ങനെ? വിശുദ്ധ ചുംബനത്താൽ പരസ്പരം അഭിവാദ്യം പറയൂ, അങ്ങനെയാണ് അദ്ദേഹം തർജ്ജിമ നൽകിയിട്ടുള്ളത്.
പക്ഷേ ഇത് ആ കാലത്ത് ബൈബിളിലുള്ള ആ ഒരു കാലത്ത് അഭിവാദന രീതിയാണെന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ ഇതൊരു അഭിവാദന രീതിയാണ്. അതായത് ഗ്രേറ്റ് വൺ അനദർ വിത്ത് എ ഹോളി കിസ് എന്നുള്ളൊരു അഭിവാദ്യ രീതി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു അടിക്കുറിപ്പും കൂടെ വിവർത്തകൻ താഴെ നൽകിയാൽ മാത്രമാണ് ആ ലക്ഷ്യഭാഷ വായിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇത് രൂപതുല്യതാവാദത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. രൂപതുല്യതാവാദം എന്താണെന്ന് മനസ്സിലായല്ലോ. മൂലഭാഷയിലെ ഒരു ഭാഗത്തിന് ആ ഭാഷയിലെ സ്വരൂപത്തോട് ആവുന്നത്ര തുല്യമായ സ്ഥാനം കൽപ്പിക്കാവുന്ന ഒരു ലക്ഷ്യഭാഷാ ഭാഗമുണ്ടെങ്കിൽ അതിന് രൂപപരമായ തുല്യത ഉണ്ട് എന്ന് കാണാം. അതാണ് രൂപതുല്യതാവാദത്തിൽ പറയുന്നത്. ഈ മൂലഭാഷയിലെ പദവാക്യങ്ങളും ഛന്തോലങ്കാരങ്ങളും എല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ടിട്ട് ഇത്തരം ഒരു വിവർത്തനം നിർവഹിക്കുന്നുണ്ട്. അതായത് പദാനുപദ വാക്യാനുവാക്യ രീതിയിൽ തന്നെ ഒരു വിവർത്തനം ഇവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ വിവർത്തനത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? മൂലഭാഷാകൃതിയിലെ സംസ്കാരത്തെ തന്നെ ലക്ഷ്യഭാഷയിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വിവർത്തനത്തിലെ പല വസ്തുതകളും ലക്ഷ്യഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനുദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞ ബൈബിളിലെ ഈ ഒരു വാക്യത്തെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ രാമായണ മഹാഭാരത സീരിയലുകളിലൊക്കെ കനിഷ്ഠ സഹോദര, ജ്യേഷ്ഠ ഭ്രാതാവേ, മാതാശ്രീ, പിതാശ്രീ ഇതൊക്കെ ഉള്ള ഈ ഒരു സംബോധനയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ്. അതായത് അന്നത് ബഹുമാനാർത്ഥം വിളിക്കുന്നതാണ് എന്നുള്ളൊരു രീതിക്ക് താഴെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഇത് അത് ഇന്നത്തെ സമൂഹത്തിൽ പരസ്പരം അങ്ങനെ സംബോധന ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അവിടുത്തെ വായനക്കാർക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകണം ആ വാക്കിൻ്റെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ ഒരു അടിക്കുറിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ കാലത്തെ ഒരു അഭിവാദ്യം പറയൽ അല്ലെങ്കിൽ ഒരു സംബോധന എന്നൊക്കെ കൊടുത്തുകൊണ്ട് വേണം അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ രൂപതുല്യതാവാദം എന്തായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ചലനാത്മക തുല്യതയാണ് അടുത്തത്. അതായത് ഡൈനാമിക് ഈക്വലൻസ് ഓർ പ്രിൻസിപ്പൾ ഓഫ് ഈക്വലൻ്റ് എഫക്റ്റ്. ഇതാണ് ചലനാത്മക തുല്യതയെ ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രൊഫസർ റിയു ആണ് ഇതിൻ്റെ വക്താവ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റിയു, അദ്ദേഹം പ്രശസ്ത വിവർത്തക പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മൂലകൃതി അതിൻ്റെ സമകാലികരിൽ സൃഷ്ടിച്ച പ്രതികരണമോ ഫലമോ വിവർത്തനകാലത്തെ വായനക്കാരിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എങ്കിലും അതാണ് മികച്ച വിവർത്തന രീതിയെന്ന് സ്ഥാപിച്ചു വെക്കുകയാണ് ഈ ഒരു ചലനാത്മക തുല്യതാവാദം ചെയ്യുന്നത്. ഒന്നും കൂടെ വിശദീകരിക്കാം. ലക്ഷ്യഭാഷയുടെ സംസ്കാരത്തിന് ഇണങ്ങുന്ന വിധത്തിൽ തികഞ്ഞ സ്വാഭാവികതയോടെ നിർവഹിക്കുന്ന ഒരു വിവർത്തനമാണ് ഈ ഒരു ചലനാത്മക തുല്യത വിവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ ഉദാഹരണം തന്നെ ഇവിടെ പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഗ്രേറ്റ് വൺ അനദർ വിത്ത് എ ഹോളി കിസ് എന്ന് പറഞ്ഞത് നമ്മൾ രൂപതുല്യതാവാദത്തിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പോൾ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ വിശുദ്ധ ചുംബനത്താൽ പരസ്പരം അഭിവാദ്യം പറയൂ എന്ന് മലയാളീകരിച്ച് തർജ്ജമ ചെയ്തു. അപ്പം നമ്മളൊരു അടിക്കുറിപ്പും കൂടെ കൊടുത്താലാണ് അത് അന്നത്തെ കാലത്ത് ഒരു അഭിവാദ്യമാണെന്ന് മലയാളത്തിലെ വായനക്കാർക്ക് മനസ്സിലായി പോകത്തുള്ളൂ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കുറിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അത് ഇന്നത്തെ രീതിയിൽ തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ നമുക്ക് എന്ത് പറയാം, ഷെയ്ക്ക് ആൻഡ് വാംലി വിത്ത് ഈച്ച് അതർന്നോ ഗീവ് വൺ അനദർ എ ഹാർട്ടി ഷെയ്ക്ക് ആൻഡ് ഓൾ അറൗണ്ട് എന്നോ ഒക്കെ നമുക്ക് പറഞ്ഞു വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്നും മറ്റൊരു സംസ്കാരത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു രീതി. അങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? എ കൂപ്പർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു ചലനാത്മക തുല്യതാ വിവർത്തനത്തെ ഒരു സംസ്കാരത്തിൽ നിന്നും മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള വിവർത്തനമെന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ബൈബിളിലൊക്കെ ഇത് തന്നെ നമുക്ക് ഇവിടെ സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനും കുറേ പരിമിതികളൊക്കെ ഉണ്ട്. എന്താണ്? ഇപ്പോൾ ഭാരതീയ ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം അതൊക്കെ അത് എഴുതിയ കാലത്തെ സംസ്കാരത്തിലും സമൂഹത്തിലും എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് അതിൻ്റെ ഒരു വിവർത്തനം വായിക്കുമ്പോൾ മനസ്സിലായി പോകില്ല. ഈ രീതിയിലൊരു വിവർത്തനമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അന്നത്തെ ആ സംസ്കാരം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല, വെറുതെ ഊഹിച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ സാഹിത്യകൃതികൾ ഓരോ കാലത്തും ഓരോ രീതിയിലാണ് ആസ്വദിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു സമാന ഫലവാദം ഊഹത്തിലാണ് അധിഷ്ഠിതമായി പോകേണ്ടതെന്ന് പറയേണ്ടി വരും. അതായത് കൃത്യതയോടുകൂടി നമുക്ക് സംസ്കാര രീതി മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു വിവർത്തന സ്വഭാവങ്ങൾ നമ്മൾ ദർശിച്ചു. രൂപതുല്യതയും ചലനാത്മക തുല്യതയും രണ്ടും പരസ്പരം ഭിന്നമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന് പദാനുപദ വിവർത്തനത്തിൻ്റെ രീതിയാണ് പിന്തുടരുന്നത്, മറ്റൊന്ന് ആശയ സംസ്കാര പുനഃസൃഷ്ടിയുടെ മാർഗമാണ് അവലംബിക്കുന്നത്.
ഇനി പദാനുപദ വിവർത്തനത്തെ കേസരി കൃഷ്ണപിള്ള സൂക്ഷ്മ വിവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനുദാഹരണമായിട്ട് അദ്ദേഹം നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പാവങ്ങൾ എന്നൊരു കൃതി എടുത്തുകാട്ടി പറയുന്നുണ്ട്. അതിലെ വിവർത്തന രീതി പ്രായോഗികമല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മലയാളി വായനക്കാർക്ക് അപ്രാപ്യമായ ഫ്രഞ്ച് സംസ്കാരത്തെ അതേപടി പുനഃസൃഷ്ടിക്കുക വഴി വായനക്കാരെ കൃതി അകറ്റി നിർത്തുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ്? ആ പദാനുപദ വിവർത്തനം സംഭവിച്ചത് കൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ഈ സംസ്കാരം, ഫ്രഞ്ച് സംസ്കാരം ഒന്നും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ കൃതി വായനക്കാരെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്, വിവർത്തനം ചെയ്ത കൃതി. ആദ്യകാലത്ത് മതഗ്രന്ഥങ്ങളുടെ വിവർത്തനത്തിലൊക്കെ ഈ ഒരു സ്വഭാവം നിലനിന്നിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ പദഘടന മാറ്റിയാൽ ദോഷം സംഭവിച്ചാലോ എന്നൊക്കെ ഭയന്നിട്ടാണ് അങ്ങനെ ഒരു അന്ധവിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ അതേ ഗോത്രഭാഷയിൽ തന്നെയാണ് ഈ ഒരു പദാനുപദ വിവർത്തനം ചിലപ്പോൾ നടത്തുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രൂപതുല്യത നേടിയെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരും. പക്ഷേ മറ്റു ഭാഷകളിലേക്ക് മൊഴി മാറ്റുമ്പോഴാണ് പ്രശ്നം വിപരീത ഫലം ഉണ്ടാക്കുന്നത്. അതുപോലെ ഘടകപദത്തിൻ്റെ അർത്ഥം നമുക്ക് കിട്ടിപ്പോകും ഒന്നുമില്ല ആ ഒരു സമയത്ത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞ ആ പദം തന്നെ നമ്മളൊന്ന് തർജ്ജിമ ചെയ്ത് നോക്കിയേ. എന്താണ്? എന്നെ തൊടരുത് എന്നല്ലേ. പക്ഷേ ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തൊട്ടാവാടി ചെടീനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫലം കിട്ടിപ്പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പദാനുപദ വിവർത്തനം വളരെ പൊട്ടത്തെറ്റായിട്ടാണ് നമ്മളെ മനസ്സിലാക്കിക്കുക എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയുണ്ട് ഡോക്ടർ ഇൻ ലോ, കോൾ വൺ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു നോക്ക്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പദാനുപദ വിവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പിന്നെ പദാനുപദ വിവർത്തനം സാധ്യമാക്കുന്ന ചില മേഖലകളുണ്ട്. അത് ഏതൊക്കെയാണ്? സർക്കാർ അറിയിപ്പുകളും ശാസ്ത്രലേഖനങ്ങൾ, സാങ്കേതിക വിവരങ്ങൾ, ഉടമ്പടികൾ, ഇതിനൊക്കെ ഈ പദാനുപദ വിവർത്തനം അനുയോജ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കേസരി കൃഷ്ണപിള്ള ഈ ചലനാത്മക തുല്യത അതിനെ രണ്ടായിട്ട് വിഭജിച്ച് പറയുന്നുണ്ട്. സ്വതന്ത്രമെന്നും തത്വാനുരൂപമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ചലനാത്മക തുല്യതാവാദത്തെ. അതുപോലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അദ്ദേഹം ഇതുപോലെ ഈ ചലനാത്മക തുല്യതാവാദത്തെ ഏകദേശ തർജിമ എന്നും പുനഃസൃഷ്ടിയും എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഫ്രീ ട്രാൻസ്ലേഷൻ എന്നും റീക്രിയേഷൻ എന്നും. അദ്ദേഹം കവിതാ വിവർത്തനത്തിലാണ് ഇങ്ങനെ ഈ കാര്യം കൂടുതൽ യോജിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഏകദേശ തർജിമയും പുനഃസൃഷ്ടിയും യോജിക്കുന്നു എന്ന രീതിക്ക് ഈ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും പദാനുപദ വിവർത്തനത്തെക്കാളും എങ്ങനെ പോയാലും ആശയങ്ങളെ തർജ്ജിമ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വിവർത്തനമാണ് ഏറ്റവും നല്ലത്, ഉചിതമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അതിനകത്ത് വിവർത്തകന് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും. പദാനുപദ വിവർത്തനത്തിൽ ഓരോ പദത്തിൻ്റെയും പുതിയ ഭാഷയിലുള്ള അതിൻ്റെ അർത്ഥം അന്വേഷിക്കണം, അത് കണ്ടെത്തി പ്രയോഗിക്കണം എന്നുള്ളൊരു വലിയ പരിമിതിയുണ്ട്. പക്ഷേ ആശയ വിവർത്തനത്തിലാണെങ്കിലോ വിവർത്തകന് ആ ഒരു മൂലകൃതി വായിച്ച് ആശയം ഉൾക്കൊണ്ടാൽ മതിയാകും. എന്നിട്ട് അത് വിവർത്തകൻ്റേതായ ശൈലിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പുതിയ ഭാഷയിൽ അത് ആവിഷ്കരിക്കാനുള്ള ഒരു നില കൈവരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാലും ആശയ വിവർത്തനത്തിലാണ് കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ ഫലപ്രദമായതുമായ വിവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ NV കൃഷ്ണവാര്യർ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, വികാരപ്രധാനമായ കൃതികളിൽ ഉള്ളടക്കം പോലെ തന്നെയോ അതിലധികമോ പ്രധാനമാണ് രൂപം എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവിടെ മൂലാധിഷ്ഠിതമായ പദാനുപദ വിവർത്തനത്തെക്കാൾ ഉചിതമായിരിക്കുക മൂലയുക്തമായ അർത്ഥപ്രത്യർത്ഥ വിവർത്തനമോ ഖണ്ഡികാനുഖണ്ഡികാ വിവർത്തനമോ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു ഖണ്ഡിക വായിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് അദ്ദേഹം ആ ഒരു ഖണ്ഡികയെ വിവർത്തനം ചെയ്തു. അത് അങ്ങനെയോ അല്ലെങ്കിൽ അർത്ഥവും പ്രത്യർത്ഥവും ജനിപ്പിക്കുന്ന വിധത്തിൽ അതിനെ വിവർത്തനം സാധ്യമാക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് പറയുന്നത്. മൂലകൃതി ഉദാത്തമോ അതിപ്രാചീനമോ ഗ്രാമ്യഭാഷാ നിബദ്ധമോ ആകുമ്പോൾ അതിനനുസരിച്ച് വിവർത്തനത്തിൻ്റെ ഭാഷയിലും വ്യത്യാസം വരുത്തേണ്ടി വരുന്നതാണ് ഇവിടെ പറയുന്നത്. മൂലകൃതി വിചാരപ്രധാനമാകുമ്പോഴത്തേനോ കഴിവതും പദാനുപദ വിവർത്തനമായിരിക്കും ഉചിതം എന്ന് പറയണം. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? മൂലാധിഷ്ഠിതമായ പദാനുപദ വിവർത്തനത്തെക്കാൾ ഉചിതമായിരിക്കുക മൂലയുക്തമായ അർത്ഥപ്രത്യർത്ഥ വിവർത്തനമോ ഖണ്ഡികാനുഖണ്ഡികാ വിവർത്തനമോ ആയിരിക്കും എന്ന് പറയാനായിട്ട് കാര്യം. അപ്പോൾ അദ്ദേഹം ഇതൊക്കെയാണ് ഉചിതമായിട്ടുള്ളതെന്ന് NV കൃഷ്ണവാര്യർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിവർത്തന വിചാരം എന്നൊരു ഗ്രന്ഥത്തിൽ NE വിശ്വനാഥ അയ്യർ പറയുന്നത്, NE വിശ്വനാഥ അയ്യർ വിവർത്തന വിചാരം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിവർത്തനം മൂലകൃതിയിൽ ആശയങ്ങളുടെ സമ്പൂർണമായ പുനർലേഖനം നിർവഹിക്കണം. വിവർത്തനത്തിൻ്റെ ശൈലിയും രീതിയും മൂലകൃതിയിലേതിന് തുല്യമായിരിക്കണം. സ്രോതഭാഷയുടെ സ്വച്ഛന്തത പൂർണ്ണമായും വിവർത്തനത്തിന് കൈവരികയും വേണം. ഇങ്ങനെ പറഞ്ഞു വെച്ചത് NE വിശ്വനാഥ അയ്യരാണ്. വിവർത്തന വിചാരം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്.
അപ്പോൾ ഈ വാദപ്രതിവാദങ്ങളിൽ നിന്നും ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം ക്രോഡീകരിച്ചെടുക്കാൻ പറ്റും. എന്താണ്? രൂപതുല്യതാവാദത്തെക്കാളും എങ്ങനെയും ചലനാത്മക തുല്യതാവാദമാണ് കൂടുതൽ പ്രസക്തിയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പൊതുവായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. മൂലപാഠത്തിൻ്റെ രൂപഘടന പാടെ തകർക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് മൂലപാഠത്തിൻ്റെ ദർശനം മാറ്റിമറിക്കാതിരിക്കണം. മൂന്നാമത്തത് മൂലപാഠാംശങ്ങൾ സമ്പൂർണ്ണമായിട്ട് പരിഭാഷ ചെയ്യുക. നാലാമത്തത് മൂലപാഠത്തിൻ്റെ അർത്ഥവും ആശയവും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യപാഠത്തിൻ്റെ തനത് ശൈലിയിൽ ആവിഷ്കരിക്കുക. അഞ്ചാമത്തത് ഒരേ ഗോത്രഭാഷയിലുള്ള പരസ്പര വിനിമയത്തിൽ മൂലഭാഷാ പദബന്ധം കഴിവതും നിലനിർത്തുക. അതായത് മൂലകൃതിയുടെ ഘടന മാറ്റിമറിക്കരുതെന്നർത്ഥം. പിന്നെ വേറൊരു സംഗതി ശ്രദ്ധിക്കാനുള്ളത് ഈ നോവൽ, നാടകം, അതുപോലെ കഥ, കവിത ഇതൊക്കെ വിവർത്തനം ചെയ്യുമ്പോഴത്തേനും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു മൂലകൃതി ഏത് രീതിയാണോ ആവിഷ്കരിച്ചത്, നാടകമാണെങ്കിൽ നാടകം, നോവലാണെങ്കിൽ നോവൽ, കവിതയാണെങ്കിൽ കവിത, ആ ഒരു രീതിക്ക് തന്നെ വേണം വിവർത്തനം ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു നാടകത്തെ വിവർത്തനം ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് നോവൽ പോലെ ആക്കിയാലോ അല്ലെങ്കിൽ ഒരു കവിതയെ ഒരു ഗദ്യസാഹിത്യ രൂപത്തിലേക്ക് മാറ്റിയാലോ ഒന്നും ശരിയാകത്തില്ല. അതേ രീതിക്ക് അത് ഏത് സാഹിത്യ രൂപത്തിലാണോ അവിടെ മൂലകൃതിയിൽ ആവിഷ്കരിച്ചത് അതേ രീതിയിൽ തന്നെ ലക്ഷ്യഭാഷയിലും ആവിഷ്കരണം സാധ്യമാകണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൽപ്പനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ അങ്ങനൊരു സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് കൃതികളെ രൂപം മാറ്റി അവതരിപ്പിക്കുന്നത് കാണാം. ഇനി അടുത്തതായിട്ട് മൂലകൃതിയുടെ ദർശനം മാറ്റിമറിക്കരുത് എന്നുള്ളതാണ്. അതായത് ഒരു ശ്രോതഭാഷാ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ കൃതി സൃഷ്ടിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാകും. ആ ഒരു ഉദ്ദേശശുദ്ധിയെ വിവർത്തകനും മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം അദ്ദേഹം വിവർത്തനം നടത്തരുത്. ആ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതിനെ അനുവർത്തിച്ചു കൊണ്ട് വേണം വിവർത്തകനും തൻ്റെ വിവർത്തനം സാധ്യമാക്കാനായിട്ട്. അതായത് ONV കുറുപ്പിൻ്റെ കവിത ഭൂമിക്കൊരു ചരമഗീതം, അതിനകത്ത് ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന് പറഞ്ഞിട്ടാണ് കവി ആ വരികൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അത് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിസ്ഥിതിയുടെ മലിനീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ നാശത്തിൻ്റെ ആ ഒരു സങ്കടമാണ് കവിയുടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇത് അതേ ലക്ഷ്യത്തോടു കൂടി തന്നെ വിവർത്തനം ചെയ്യാതെയാണ് ഒരു ലക്ഷ്യഭാഷാ കൃതി ഇതിൻ്റെ വിവർത്തനം കൃതിയിൽ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ഭൂമി ഇനിയും മരിച്ചില്ലേ അങ്ങനെ സങ്കടപ്പെടുന്നു എന്നുള്ള രീതിയിൽ എഴുതി വെച്ചാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആ ആശയം കിട്ടിപ്പോകില്ല അല്ലേ? ലക്ഷ്യം എന്താണ്, ഗ്രന്ഥകാരൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള ദർശനം അനുവാചകർക്ക്, ആ ലക്ഷ്യഭാഷയിലെ അനുവാചകർക്ക് കിട്ടിപ്പോകില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതാണ് പറഞ്ഞത്, മൂലകൃതിയുടെ ദർശനവും മാറ്റിമറിക്കാതെ ആയിരിക്കണം വിവർത്തനം നടത്തേണ്ടത് എന്നുള്ളതും. അതുപോലെ തന്നെ ആശയചോരണം സംഭവിക്കാതെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെ വിട്ടുകൊണ്ട് വിവർത്തനം സാധ്യമാണ്. അങ്ങനെ പാടില്ലാത്തതാണ്. അതായത് പ്രസക്ത ഭാഗങ്ങളൊന്നും ഒരിക്കലും വിടാതെ തന്നെ വിവർത്തനം സാധ്യമാക്കണം. എന്നിരുന്നാൽ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ആ ഒരു കൃതിയുടെ ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരും. എന്നാലോ അത് ആ കൃതിയുടെ ജൈവഘടനയെ തകർക്കുന്ന വിധത്തിൽ ആകരുതെന്ന് മാത്രം. അതായത് സംസ്കൃത നാടക വിവർത്തനത്തിലെ പ്രസ്താവന, അതുപോലെ നാന്ദി, പ്രവേശകം, ആകാശഭാഷിതം, ആത്മകഥം ഇങ്ങനെയുള്ള രചനാ സങ്കേതങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റില്ല. എന്നാൽ എഴുത്തച്ഛൻ്റെ മഹാഭാരത വിവർത്തനത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുത്തച്ഛൻ നമുക്കറിയാം ഭക്തി പ്രസ്ഥാനത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു എഴുത്തച്ഛനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഭക്തി പ്രസ്ഥാനത്തിന് നിരക്കുന്നതല്ലാത്തത് കൊണ്ടിട്ട് ശീലാവതി ചരിതവും ഹരിശ്ചന്ദ്ര ചരിതവും ഒക്കെ അതിനകത്തൊക്കെ ഗണികകളുടെ കഥകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ടിട്ട് ഭക്തി പ്രസ്ഥാനത്തിന് നിരക്കുന്നതല്ല എന്ന് കണ്ടിട്ട് ഈ എഴുത്തച്ഛൻ വിട്ടുകളയുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ആശയമൂല്യം ചോർന്നു പോകുവാനോ അതിൻ്റെ ശോഭ നഷ്ടപ്പെടുവാനോ ഈ വിട്ടുകളയിൽ ഇടയാക്കിയിട്ടില്ല എന്നുള്ളത് പ്രത്യേക ശ്രദ്ധാർഹമാണ്. അതുപോലെ ഈ വിവർത്തകർ ബുദ്ധിമുട്ടുന്ന വേറൊരു മേഖല എന്ന് പറയുന്നത് ഓരോ ഭാഷയിലും തനതായ ശൈലി പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ചന്നം ഭിന്നം മഴ പെയ്തു എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു നമ്മുടെ പെറ്റിനെയോ ഒക്കെ പൊന്നുംകുടമേ, എൻ്റെ പൊന്നുംകുടമേ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് വേറൊരു ഭാഷയിലേക്ക് തർജിമ ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ആ ഭാഷയിൽ ഈ ഒരു വാക്കുകൾക്ക്
ചിലപ്പോൾ വേറെ രീതിയിലാണ് അവിടെ ശൈലി പ്രയോഗിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ എൻ്റെ പൊന്നും കുടമേ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഓ മൈ ഗോൾഡ് പോട്ട് എന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പരിഹാസ്യമാവും എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. അവിടെ അതിന് പകരമായിട്ട് ഓ മൈ ഡാർലിംഗ് അല്ലെങ്കിൽ മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ ഏതെങ്കിലും പദപ്രയോഗങ്ങൾ കൊണ്ടിട്ട് ആശയം അവിടെ സമ്പുഷ്ടമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതേ ആപ്റ്റായിട്ടുള്ള അർത്ഥം അങ്ങനെ തന്നെ നമ്മൾ അവിടെ ആവിഷ്കരിക്കുമ്പോഴത്തേനും തികച്ചും പരിഹാസ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ വിവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചന്നം പിന്നെ മഴ പെയ്തു എന്നുള്ളതിന് ഇപ്പോൾ ഇംഗ്ലീഷിലൊരു ശൈലി എന്ന് പറയുന്നത് റെയിനി ക്യാറ്റ് ആൻഡ് ഡോഗ് എന്നുള്ളൊരു ശൈലി ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു ശൈലി നമ്മൾ മലയാളത്തിലേക്ക് തിരിച്ചൊന്ന് വിവർത്തനം ചെയ്ത് നോക്കുക. അതായത് ഇവിടെ സ്വദേശാഭിമാനി പരിഹസിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞത്. പട്ടിയായും പൂച്ചയായും മഴ പെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എത്രത്തോളം അപഹാസ്യമായ ഒന്നാണെന്നുള്ളത് ചിന്തിച്ച് നോക്കാവുന്നതാണ് അല്ലേ. അത് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ശൈലി എന്ന് പറയുന്നത് ചന്നം ഭിന്നം മഴ പെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഓരോ ഭാഷയിലും അല്ലെങ്കിൽ ഓരോ നാട്ടിലും അവരുടേതായ ശൈലീ പ്രയോഗങ്ങൾ നിലനിൽക്കെ അത് വെച്ചിട്ട് കൊണ്ടാണ് അവർ ചില അവസരങ്ങളെ പ്രകടമാക്കുന്നത്. അപ്പോൾ അതേ രീതിക്ക് തന്നെ നമ്മൾ അർത്ഥത്തെ മാത്രം എടുത്തുകൊണ്ട് വിവർത്തനം അവിടെ സാധ്യമാക്കുമ്പോഴത്തേനും തികച്ചും പരിഹാസ്യമായിട്ടും നിന്ദ്യമായിട്ടുമുള്ള വേറൊരു അർത്ഥതലത്തിലേക്കാണ് അത് മാറിപ്പോകുക എന്നുള്ളതും കൂടെ വിവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാവുന്നതാട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ വഞ്ചി, തോണി എന്നൊക്കെ നമ്മൾ ഒരുപാട് ഈ വഞ്ചിയെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ഇതിനെല്ലാം കൂടി ആകെ ബോട്ട് എന്നുള്ള നിലക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ അവിടെ പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ പൗരസ്ത്യ ദീപത്തിൻ്റെ രചനയിലാണ് ഈ റെയിനി ക്യാറ്റ് ആൻഡ് ഡോഗ് എന്നുള്ളൊരു പ്രയോഗം. അതിൻ്റെ വിവർത്തകനാണ് പട്ടിയായും പൂച്ചയായും മഴ പെയ്തു എന്നുള്ള രീതിക്ക് വിവർത്തനം ചെയ്ത വലിയൊരു അബദ്ധം സൃഷ്ടിച്ചു വെച്ചതും അത് നമ്മുടെ സ്വദേശാഭിമാനി പരിഹസിക്കാനൊക്കെ ഇടയായതും. ഇനി അതുപോലെ തന്നെ ഒരേ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളിലുള്ള വിവർത്തനം സംഭവിപ്പിക്കുമ്പോഴത്തേനും, അതായത് ഭാഷയുടെ ഉള്ളിൽ ദ്രാവിഡ ഭാഷ ഇപ്പോൾ ഒരു ഗോത്രമാണ് അല്ലേ, ദ്രാവിഡ ഗോത്രം, അതിൻ്റെ ഉള്ളിലുള്ള ഭാഷകളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വിവർത്തനം നടത്തി എന്നിരിക്കട്ടെ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞ വിവർത്തകൻ കാലാന്തരത്തിൽ ചില വാക്കുകൾക്ക് രണ്ട് ഭാഷയിലും അർത്ഥഭേദം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു പദം തന്നെയായിരിക്കും, പക്ഷേ രണ്ട് ഭാഷയിലും വ്യത്യസ്ത അർത്ഥമായിരിക്കും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ദ്രാവിഡ ഭാഷകളായ തമിഴും മലയാളവും എടുക്കാം നമുക്ക്. അതിനകത്ത് സംസാരം എന്നുള്ളൊരു ഭാഷ കാലാന്തരത്തിൽ പരിണമിച്ചിട്ട് മലയാളത്തിൽ സംസാരം എന്നുള്ളത് നമ്മൾ സംഭാഷണം അല്ലെങ്കിൽ വർത്തമാനം എന്നുള്ള രീതിക്കും, എന്നാൽ തമിഴരാകട്ടെ സംസാരം എന്നുള്ളത് കൊണ്ടിട്ട് ഭാര്യ എന്നുള്ളതുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥപരിണാമം സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു അർത്ഥഭേദം സംഭവിച്ചത് വിവർത്തകൻ തീർച്ചയായിട്ടും വിവർത്തനം നടത്തുമ്പോൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആശയം തന്നെ അമ്പേ മാറിപ്പോകും അല്ലേ. അപ്പോൾ ഈ വക സംഗതികളൊക്കെയാണ് ഒരു വിവർത്തകൻ വിവർത്തനം ചെയ്യുമ്പോഴത്തേനും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായിട്ടുള്ള സംഗതികൾ. ഇപ്പോൾ നമ്മൾ വിവർത്തനത്തിൻ്റെ ഉത്ഭവം, വിവർത്തനത്തിൻ്റെ സാധ്യതകൾ, വിവർത്തനം എങ്ങനെയൊക്കെ ആകാം എന്നുള്ളത് ചില സിദ്ധാന്തങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സൂക്ഷ്മ പരിശോധന, ഇതെല്ലാം നമ്മൾ നോക്കി. ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ് വിവർത്തനം 10 രീതിയിൽ നമുക്ക് സാധ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. 10 രീതിയിൽ വിവർത്തനം സാധ്യമാണ്. ഈ വിവർത്തനത്തിൻ്റെ ഒരു വിവർത്തന വിഭജനത്തിൻ്റെ ഇങ്ങനെ ഈ വിവർത്തനം ഈ 10 രീതിയിൽ വിഭജിച്ച് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ആദ്യകാല പ്രണേതാക്കൾ എന്ന് പറയുന്നത് ഒരു എടുത്തു പറയത്തക്ക ഒരു വ്യക്തിയാണ് ജോൺ ഡ്രൈഡ് എന്ന് പറയുന്നത്. ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് അദ്ദേഹം. വിവർത്തകനും ഒക്കെയാണ്. നിരൂപണത്തിൻ്റെ പാശ്ചാത്യ ഗദ്യത്തിൻ്റെയും നിരൂപണത്തിൻ്റെയൊക്കെ പിതാവായിട്ട് നമുക്ക് കരുതുന്ന ഒരു വ്യക്തിത്വമാണ് ജോൺ ഡ്രൈഡൻ. അദ്ദേഹം ഈ 3 രീതിയിൽ ഈ വിവർത്തനത്തിനെ തിരിക്കുന്നുണ്ട്. അതായത് മെറ്റാഫ്രേസ് കേട്ടിട്ടുണ്ടാവും, പദാനുപദം, ആ ഒരു രീതിയിലുള്ള വിവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ പാരാഫ്രേസ് ഭാവാനുവാദം, ഇമിറ്റേഷൻ അനുകരണം, ഇങ്ങനെയാണ് അദ്ദേഹം വിവർത്തനത്തെ 3ആയിട്ട് തിരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജെ.സി. കാറ്റ്ഫോർഡ് എന്ന് പറയുന്ന വേറൊരു വിവർത്തകനുണ്ട്. അദ്ദേഹം 3 രീതിക്ക് തിരിച്ചത് വേർഡ് ഫോർ വേർഡ്,
ലിറ്ററൽ, ഫ്രീ, ഇങ്ങനെ മൂന്നായിട്ട് വിവർത്തനത്തെ തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരുടെയും വ്യാഖ്യാനങ്ങളൊക്കെ ഏറെക്കുറെ ഒരു രീതിക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സാഹിത്യവൽക്കരിച്ചുകൊണ്ട് മെറ്റാഫ്രേസ്, പാരാഫ്രേസ്, ഇമിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ JC കാറ്റ്ഫോർഡ് വേർഡ് ഫോർ വേർഡ്, ലിറ്ററൽ, ഫ്രീ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചു. അപ്പോൾ രണ്ടിനും വ്യാഖ്യാനമൊക്കെ ഏറെക്കുറെ ഒരേ രീതിയിലൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പദാനുപദ വിവർത്തനം, സ്വതന്ത്ര വിവർത്തനം, വ്യാഖ്യാനം, ഈ ഒരു രീതിക്ക് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വയ്ക്കുന്നത്. കൂടെ തന്നെ പരാവർത്തനം, ലിപ്യന്തരണം, അനുകൽപ്പനം, സംഗ്രഹീത പുനരാഖ്യാനം, ഇങ്ങനെയൊക്കെ വേറെയും കുറേ വിവർത്തന പ്രകാരങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ഓരോന്നും 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ആദ്യം പദാനുപദ വിവർത്തനം തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഗതിയാണ് പദാനുപദ വിവർത്തനം. ബോധഭാഷയിൽ ഒരു പദത്തിന് തുല്യമായ അർത്ഥം കൽപ്പിക്കുന്ന ഒരു പദം ലക്ഷ്യഭാഷയിലും കണ്ടെത്തുക എന്നുള്ളതാണ് പദാനുപദ വിവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ ശാസ്ത്രം, നിയമം, മതം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ പദാനുപദ വിവർത്തനം സാധ്യമാക്കാവുന്ന ഒരു മേഖലയാണ് കൂടുതലും. അതിനാണ് കൂടുതൽ യോജിക്കുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിലെ വരികൾ ഭോഗാമേഘ വിധാനസ്ഥ വിദ്യുല്ലേഖേവ ചഞ്ചല ആയുപര്യഗ്നി സന്തപ്ത ലോഹസ്ഥ ജലബിന്ദുവത്, അങ്ങനെ ഒരു ശ്ലോകം. ആ ഒരു ശ്ലോകത്തെ നമ്മൾ പൂർണ്ണമായിട്ടും മലയാളീകരിച്ചുകൊണ്ട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമ ആയുസ്സുമോർക്കനി വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം, അത്രയും നല്ല ഭംഗിയോടുകൂടി തന്നെ ഇവിടെ പദാനുപദ വിവർത്തനം സാധ്യമായിട്ടുണ്ട്. എന്നാൽ വേറൊരു സന്ദർഭം നമുക്ക് നോക്കാം. അവർ റൂറൽ ഇക്കോണമി വാസ് പ്രോഗ്രസീവ്ലി ഡിറ്ററിയോറേറ്റിംഗ് എന്നുള്ളൊരു വാക്ക്, ആ ഒരു വാക്യത്തെ പദാനുപദ വിവർത്തനം നടത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളീകരിച്ച് കിട്ടുമ്പോഴത്തേനും നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ പുരോഗമനപരമായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് വാക്കാന്ന് നോക്ക്, പുരോഗമനപരമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വളരെയധികം വികൃതമായിട്ട് അവിടെ പ്രയോഗിക്കേണ്ടി വരും. പദാനുപദ വിവർത്തനമാണ് സാധ്യമാക്കുന്നതെങ്കിൽ. എന്നാൽ അതിൻ്റെ അർത്ഥം സ്ഫുരിക്കുന്നത് അങ്ങനെയാണോ? അല്ല. നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ക്രമാനുഗതമായിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥത്തിൽ വരേണ്ടത്. പക്ഷേ പദാനുപദ വിവർത്തനത്തിൽ ഇത്രയും വലിയൊരു വികൃതമായ രീതിയിലാണ് വിവർത്തനം സാധ്യമാകുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ പദാനുപദ വിവർത്തനം ശ്രേഷ്ഠമാണ് എന്നിരിക്കെ, അതാണ് നേരത്തെ പറഞ്ഞ ശാസ്ത്രം, നിയമം, മതം ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഇത് സാധ്യമാണ് എന്നിരിക്കെ ചില കാര്യങ്ങളിൽ പദാനുപദ വിവർത്തനം, ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പദാനുപദ വിവർത്തനം വളരെയധികം വികൃതമായ രീതിയിലായിപ്പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത് സ്വനിമിക വിവർത്തനമാണ്. അതായത് ഫോണിമിക് ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പോൾ സ്വനിമിക വിവർത്തനം എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്വനിമം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്വനം, സ്വനിമം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഭാഷയിൽ അർത്ഥഭേദം ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള ഏറ്റവും ചെറിയ ഘടനാപരമായ ഏകകത്തെയാണ് നമ്മൾ സ്വനിമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നും കൂടെ പറയാം, ഒരു ഭാഷയിലെ അർത്ഥഭേദം ഉണ്ടാക്കാൻ, ഏറ്റവും ചെറിയ ഘടകം മാത്രമല്ല, അർത്ഥഭേദം ഉണ്ടാക്കാൻ സാധിക്കുകയും വേണം. അതായത് അർത്ഥത്തെ വിഘടിപ്പിക്കാനായിട്ട്, അർത്ഥത്തെ വേർതിരിക്കാനായിട്ട് സാധിക്കുകയും വേണം. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ, ആ ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടനാപരമായ ഒരു ഏകകമാണ് എന്ത്, സ്വനിമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വനിമിക വിവർത്തനം എന്ന് പറയുമ്പോഴത്തേനും അർത്ഥം നമ്മൾ ധ്വനിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വ്യത്യസ്ത രീതിയിലാണ് പ്രയോഗം സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ചില സ്ഥലനാമങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി എന്നുള്ളൊരു സ്ഥലം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേനും സുൽത്താൻ ബത്തേരിയുടെ സ്പെല്ലിംഗ് നോക്കൂ, BATTERY എന്നാണ്. നമ്മൾ ഒറ്റ ഇതിൽ വായിക്കുമ്പോൾ എന്താണ്, സുൽത്താൻ ബാറ്ററി എന്ന് വായിക്കുമോ? ഇല്ല. നമുക്കത് വായിക്കുമ്പോൾ തന്നെ ഒരു മലയാളി ആയിട്ടുള്ളതും സുൽത്താൻ ബത്തേരി എന്നുള്ള സ്ഥലം അറിയാവുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് മനസ്സിലാകും അതെന്താണ്, സുൽത്താൻ ബത്തേരി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന്. അപ്പോൾ അർത്ഥം അവിടെ സമ്പുഷ്ടമാണ്, അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ സ്വനിമ വ്യവസ്ഥ മാറിയില്ലേ അവിടെ? ഇംഗ്ലീഷിൽ ഉള്ള ആ ഒരു സ്വനിമ രീതിയല്ല മലയാളത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ നമുക്കറിയാം, തൃശ്ശിവ പേരൂരായിരുന്നു, പിന്നീട് തൃശ്ശൂരായി മാറിയതാണ്. പ്രയോഗ രീതി മാറി. ഇംഗ്ലീഷിൽ നേരത്തെ പ്രയോഗിച്ചുകൊണ്ടിരുന്നതാണ് തൃശ്ശൂർ എന്നുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് ശരിക്കും ഇപ്പോഴെന്താണ് ഇംഗ്ലീഷിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ട്രിവാൻഡ്രം എന്നാണ്. അപ്പോൾ അവിടെ അർത്ഥം സ്ഫുരിക്കുന്നുണ്ട്, ഒരു സ്ഥലനാമമാണെന്നുള്ളതും ഇന്ന സ്ഥലമാണെന്നുള്ളതൊക്കെ തന്നെ. എന്നാലോ സ്വനിമിക വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്, അതായത് അർത്ഥഭേദം ഉണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഘടനാപരമായ ഏകകമാണ് ഒരു ഭാഷയിലെ സ്വനിമം എന്ന് പറയുന്നത്. അത് മലയാളത്തിലൊന്ന്, ഇംഗ്ലീഷിലൊന്ന് എന്നുള്ളതാണ്. പക്ഷേ അർത്ഥം
ഒരേ രീതിയിൽ തന്നെ ധ്വനിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, മൂലഭാഷയിലെ സ്വനിമ വ്യവസ്ഥയ്ക്ക് പകരം ഏറെക്കുറെ സമമൂല്യമായ ലക്ഷ്യഭാഷാ സ്വനിമ വ്യവസ്ഥ അംഗീകരിക്കുന്നതിനെയാണ് സ്വനിമിക വിവർത്തനം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, മൂലഭാഷയിലെ സ്വനിമ വ്യവസ്ഥയ്ക്ക് പകരം ഏറെക്കുറെ സമമൂല്യമായ ലക്ഷ്യഭാഷാ സ്വനിമ വ്യവസ്ഥ അംഗീകരിക്കുന്നതിനെ നമ്മൾ സ്വനിമിക വിവർത്തനം എന്ന് പറയും. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഏറെക്കുറെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സർഗാത്മക സൃഷ്ടികളൊന്നും തന്നെ ഈ സ്വനിമിക വിവർത്തനത്തെ പിന്തുടരുന്നില്ല എന്നുള്ളതാണ്. അതായത് സർഗാത്മക വിവർത്തനം എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു രാഗ താള ലയങ്ങളെ അതുപോലെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്വനിമിക വിവർത്തനം നടത്താൻ സാധ്യമല്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ അതിലൊന്നും കൂടുതൽ ഈ ഒരു വിവർത്തനം കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഉദാഹരിച്ച് പറഞ്ഞിരിക്കുന്ന ചങ്ങമ്പുഴ കവിതയിലെ കാവ്യനർത്തകി, അതിൽ ആ ഒരു രാഗതാള അക്ഷര വ്യവസ്ഥ മറ്റൊരു വിവർത്തനത്തിലേക്ക് നമുക്ക് അല്ല തന്നെ. അപ്പോൾ അതൊക്കെ സ്വനിമിക വിവർത്തനത്തിൻ്റെ ഒരു ഫോൾട്ടായിട്ട് മനസ്സിലാക്കുക. ഇനി മൂന്നാമതൊരു വിവർത്തനമാണ് വൃത്താനുവൃത്ത വിവർത്തനം എന്ന് പറയുന്നത്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വൃത്തത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ളതാണ്. അതായത് മൂലകൃതിയിലെ വൃത്തത്തിനെ അതേപോലെ തന്നെ ലക്ഷ്യകൃതിയിലേക്ക് സംക്രമിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് പദാനുപദ വിവർത്തനം തന്നെയാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ഇത് വേറൊരു വിവർത്തന ഭേദം തന്നെയാണ് ഈ വൃത്താനുവൃത്ത വിവർത്തനം എന്ന് പറയുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തെ സംസ്കൃത വൃത്തമായ അനുഷ്ഠിപ്പിലേക്ക് മാറ്റിയത് അതേ രീതിയിൽ തന്നെ നിരൂപിച്ചുകൊണ്ട് തന്നെ വൃത്തത്തിൻ്റെ ആ ഒരു തലം മാറ്റാതെ ചോർന്നു പോകാതെ തന്നെ മാറ്റിയതായിട്ട് ഇവിടെ ഉദാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഭഗവത്ഗീതയിലെ ശ്ലോകം ഇങ്ങനെയാണ്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവകീം അകുർവദ സഞ്ജയ എന്നുള്ള ആ ഒരു ശ്ലോകത്തെ ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം പുക്കുപോരിനൊരുങ്ങിയോർ മക്കൾ പാണ്ഡവന്മാരും എൻ്റെ ചെയ്തതു സഞ്ജയ, അങ്ങനെയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇത് സംസ്കൃത ഇതിഹാസ വൃത്തമായ അനുഷ്ഠിപ്പിലേക്കാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വൃത്താനുവൃത്ത വിവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം. പക്ഷേ ഇത് എല്ലാ ഇതിലും സാധ്യമാകില്ല എന്ന് ഇതിൻ്റെ ഒരു കുറവും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ കൃതി, അതിൻ്റെ ഒരു ഭാരതീയ ക്ലാസിക് വൃത്തത്തിലേക്ക് നാലാപ്പാട് നാരായണ മേനോൻ മാറ്റിയിട്ടുണ്ട്. അത് അവിടുത്തെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ളത് പാശ്ചാത്യ രീതിയിലുള്ള ഒരു ക്ലാസിക് വൃത്തത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സംഗതി ആയിരിക്കെ തന്നെ നാലപ്പാട് നാരായണ മേനോൻ നമ്മുടെ ഭാരതീയ ക്ലാസിക് വൃത്തത്തിലേക്ക് മാറ്റിയിട്ട് പരാജയപ്പെട്ടതായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൗരസ്ത്യ ദീപം എന്ന് പറയുന്നൊരു ഗ്രന്ഥം, അത് കാകളിയിൽ വിവർത്തനം ചെയ്തെങ്കിൽ നന്നായേനെ എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഈ പൗരസ്ത്യ ദീപത്തിൻ്റെ രചനയിലാണ് റെയിനി കാറ്റ് ആൻഡ് ഡോഗ് എന്നൊരു പ്രയോഗത്തെ നമ്മൾ പറഞ്ഞില്ലേ, പട്ടിയായും പൂച്ചയായും മഴ പെയ്തു എന്നുള്ളതിനെ സ്വദേശാഭിമാനി പരിഹസിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹം അതിന് പറഞ്ഞു വയ്ക്കുന്നത് കാകളിയിൽ ഇത് വിവർത്തനം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് വൃത്താനുവൃത്ത വിവർത്തനത്തിൻ്റെ ഉദാഹരിച്ചു കൊണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അടുത്ത വിവർത്തനമാണ് ഗദ്യ വിവർത്തനം എന്ന് പറയുന്നത്. പ്രോസ് ട്രാൻസ്ലേഷൻ എന്ന് പറയും നാലാമത്തെ വിവർത്തനം. അതെന്ന് പറയുന്നത് മൂലകൃതി കാവ്യസ്വരൂപമാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യകൃതി എന്തായിരിക്കും? ഗദ്യസ്വരൂപത്തിലേക്കായിരിക്കും. അതായത് മൂലകൃതി കവിതാരൂപത്തിലാണെങ്കിൽ ലക്ഷ്യകൃതി എങ്ങനെയായിരിക്കും? ഗദ്യരൂപത്തിലായിരിക്കും വിവർത്തനം ചെയ്യുന്നത്. അതിനാണ് ഗദ്യ വിവർത്തനം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം നമ്മുടെ അഭിജ്ഞാന ശാകുന്തളം, അത് ആയില്യം തിരുനാൾ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. കാവ്യകൃതിയെ ഗദ്യകൃതിയിലേക്കാണ് അദ്ദേഹം മാറ്റി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗദ്യ വിവർത്തനം എന്ന് പറയുമ്പോൾ പലപ്പോഴും വ്യാഖ്യാനമായിട്ടും അതുപോലെ പരാവർത്തനമായിട്ടൊക്കെ മാറാനായിട്ടുള്ളൊരു സംഗതിയുണ്ട്. അതായത് കാവ്യത്തിൽ അതിനെ എന്താ പറയുക, എല്ലാത്തിനെയും കൂടെ ഒരു സംക്ഷിപ്ത രൂപമായിരിക്കും വരികളിലോട്ട് ഉൾച്ചേർത്തിരിക്കുന്നത്. പക്ഷേ ഗദ്യമായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ വലിയ രീതിക്ക് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് വേണം ആവിഷ്കരിക്കാനായിട്ട്. അപ്പോൾ അതൊരു വ്യാഖ്യാനമായിട്ടും പരാവർത്തനമായിട്ടൊക്കെ മാറി വലിയൊരു കൃതിയായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഈ പുതിയ എഴുത്തുകാരൊക്കെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ കവിതകളൊക്കെ മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നത് ഇപ്പോൾ ഗദ്യകൃതിയിലേക്കാണെന്നും പറയുന്നുണ്ട്. അഞ്ചാമത്തെ വിവർത്തനമാണ് താളനിബദ്ധമായ വിവർത്തനം എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ താളത്തിനും ലയത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിവർത്തനമാണ്. അതായത് നമ്മളിപ്പോൾ പദം പറഞ്ഞു, അതുപോലെ സ്വനിമം പറഞ്ഞു, പിന്നെ വൃത്തം പറഞ്ഞു, പിന്നെ പദ്യത്തിൽ നിന്ന് ഗദ്യത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ താളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു വിവർത്തനം. അപ്പോൾ ഇവിടെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം കവിതയാണ് കൂടുതൽ യോജിക്കുന്നത്. കവിതയ്ക്ക് ഒരു താളവും ലയത്തിലും ഒക്കെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെങ്കിൽ അത് വിവർത്തകൻ ആ താളത്തെ കൈവിടാതെ ബാക്കി എല്ലാ
എല്ലാം വിസ്മരിച്ചുകൊണ്ട് താളത്തെ കൈവിടാതെ അതേപടി തന്നെ ആവിഷ്കരിക്കുമ്പോഴത്തേനും അത് താളനിബദ്ധമായ വിവർത്തനമായിട്ട് മാറും. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രസിദ്ധമായ ഒരു റൈമുണ്ട്, സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് വൺ സ്നോവി ഈവനിങ് എന്ന് പറഞ്ഞിട്ട്. അതൊരു താളത്തിൽ ചൊല്ലി പോകുന്നതാണ്, ഒരു റിതം ഉണ്ട് അതിന്. ആ ഒരു രീതി തന്നെയാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോഴത്തേനും കടമ്മനിട്ട രാമകൃഷ്ണനും പിന്തുടർന്നത്. അപ്പോൾ അതൊരു താളനിബദ്ധമായ വിവർത്തനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ആറാമത്തത് മുക്ത ഛന്ദസ്സിലുള്ള വിവർത്തനം. അതായത് നമ്മൾ നേരത്തെ വൃത്താനുവൃത്ത വിവർത്തനം പറഞ്ഞില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വൃത്തത്തെ അനുകരിക്കാണ്ടുള്ള ഒരു വിവർത്തനം. പക്ഷേ വൃത്തത്തെ അനുകരിക്കുന്നില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു പാദത്തിലെ യതി, പാദം എന്ന് പറഞ്ഞാൽ വരി എന്നാണ് കേട്ടോ അർത്ഥം, യതി എന്ന് പറഞ്ഞാൽ നിർത്ത്. അതായത് ഒരു വരിയിലെ വരി പാടി നമ്മൾ ആലപിച്ച് നിർത്തത്തില്ലേ, അതിനെയാണ് യതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സംരചന, ആ ഒരു വരിയിലെ, അതായത് അതിൻ്റെ ആ ഒരു വരിയുടെ സ്ട്രക്ചർ, ഇതൊക്കെ വിവർത്തനത്തിൽ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാകും. വൃത്തത്തെ അനുകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ യാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറഞ്ഞൊരു പാശ്ചാത്യ വൃത്തമുണ്ട്. അത് സാധാരണ ഒരു റിത്തമാറ്റിക്കലി ഉള്ള ഒരു ഇതല്ല, ബ്ലാങ്ക് വേഴ്സ് എന്നാണ് പറയുന്നത് അതിന്. അതൊക്കെ ഈ മുക്ത ഛന്ദസ്സിന് ഉദാഹരണമായിട്ട് പറയാവുന്ന ഒരു കൃതിയല്ല, ഒരു വൃത്ത രീതിയാണ് യാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഉദാഹരിച്ച് പറയുന്നത് ഷേക്സ്പിയറുടെ ഹാംലെറ്റ്, ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, ഇതൊക്കെ മുക്തഛന്ദ സൃഷ്ടികളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു സവിശേഷത, ഇങ്ങനത്തെ രചനകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇവക്കൊരു പല മട്ടിൽ നമുക്കിത് എഴുതാനായിട്ട് സാധിക്കും, വിവർത്തനം സാധ്യമാകും. പിന്നെ നിയതമായൊരു താളാത്മകതയും വൈകാരികതയൊക്കെ ഈ സൃഷ്ടികൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും. അത്തരം രചനകൾക്ക് ഇങ്ങനത്തെ സവിശേഷതകളൊക്കെ ഉണ്ടാവും ഈ മുക്തഛന്ദസ്സിലുള്ള വിവർത്തനത്തിന്. പിന്നെ ഈ ഛന്ദസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർണ്ണവൃത്തങ്ങളിൽ എഴുതപ്പെട്ട പദ്യങ്ങളുടെ ഒരു വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ള ഒരു കണക്കിനെയാണ് കേട്ടോ ഛന്ദസ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ഛന്ദസ്സൊക്കെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട ഒരു വൃത്തത്തിൽ എഴുതിയ ഒരു കവിത എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, ചില കവിതേനെയൊക്കെ ഛന്ദസ് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അതിന് ഇതാണ് സംഗതി എന്ന് പറയുന്നത്. അതായത് വർണ്ണവൃത്തത്തിൽ എഴുതിയതായിരിക്കണം അങ്ങനെ എഴുതിയപ്പെട്ട പദ്യരൂപങ്ങളിൽ ഒരു വരിയിൽ, ഏതെങ്കിലും ഒരു വരിയിൽ എത്ര അക്ഷരം ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു കണക്കിനെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ഛന്ദസ് ഒപ്പിച്ചെഴുതും എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതായത് ഒരു വരിയിൽ 1 തൊട്ട് 26 അക്ഷരം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർണ്ണവൃത്തങ്ങൾ ഉള്ള എഴുതപ്പെട്ട പദ്യങ്ങളായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള ഇതിൽ 26 അക്ഷരം വരെ ഉള്ളതിനെയൊക്കെ നമ്മൾ വൃത്തം എന്നുള്ള രീതിക്ക് പരിഗണിക്കും. അതിന് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ദണ്ഡകം എന്നാണ് പറയുന്നത്. നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട, ഛന്ദസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഏഴാമതായിട്ടുള്ളത് വ്യാഖ്യാന രീതിയിലുള്ള വിവർത്തനമാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ വിശദീകരണ വിവർത്തനം അങ്ങനെയും നമുക്ക് പറയാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. വ്യാഖ്യാനിച്ചുകൊണ്ട് വിവർത്തനം നടത്തുക, അതായത് ആശയവിനിമയം കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് മൂലകൃതിയിലെ ആശയത്തെ ഒന്നും കൂടെ വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വിവർത്തനം നടത്തുന്നതിനെയാണ് വ്യാഖ്യാനാത്മക വിവർത്തനം അല്ലെങ്കിൽ വിശദീകരണ വിവർത്തനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് മഹാഭാരതത്തിന് വിദ്വാനാർ പ്രകാശം എന്ന് പറയുന്ന ഒരു വ്യക്തി 10 വാല്യങ്ങളുള്ളൊരു ഗദ്യ വിവർത്തനം നടത്തിയിട്ടുണ്ട്. അത് ഈ വ്യാഖ്യാന രീതിയിലുള്ള വിവർത്തനത്തിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത്. ഇതിൽ നമുക്ക് പദാനുപദ സംഗതികളൊന്നും തന്നെ കാണത്തില്ല. അതായത് ഭാവാത്മക വിവർത്തനമാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഈ വ്യാഖ്യാന രീതിയിലുള്ള വിവർത്തനത്തിൽ സംഭവിക്കുന്നത് ഭാവാത്മക വിവർത്തനമാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ആശയത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാഖ്യാനിച്ചുള്ള രീതിയിലുള്ള വിവർത്തനം ആയതുകൊണ്ട് തന്നെ പദാനുപദമായിട്ടുള്ള ഒന്നും കാണത്തില്ല. ഭാവാത്മക വിവർത്തനമാണ് സംഭവിക്കുന്നത്. ഇതിനെ വിശദീകരണ വിവർത്തനം എന്നുകൂടി വിളിക്കാറുണ്ട്. മഹാഭാരതത്തിന് വിദ്വാനാർ പ്രകാശവും നടത്തിയ ഒരു 10 വാല്യങ്ങളുള്ള ഗദ്യ വിവർത്തനത്തെ ഉദാഹരിച്ച് നമുക്ക് പറയാവുന്നതാണ് വ്യാഖ്യാന രീതിയിലുള്ള വിവർത്തനത്തിന്. 8ാമതായിട്ട് അനുകൽപ്പനമാണ്, അഡാപ്റ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഗതി തന്നെയാണ് ചിഹ്നനാനന്തര വിവർത്തനം എന്ന് നമ്മൾ പറയാനുണ്ടായില്ലേ. അത് ഈ ഒരു സംഗതിനെയാണ് പറയുന്നത്. ആധുനിക കാലത്ത് കൂടുതലും സ്വീകരിച്ച് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൽപ്പനം എന്ന് പറയുന്നത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ രീതി അവിടെ തന്നെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കൃതി അത് ഏത് രൂപത്തിലാണോ ആവിഷ്കൃതമായത് മൂലകൃതി, അതിൽ തികച്ചും വ്യത്യസ്തമായിട്ട് വേറൊരു രൂപത്തിലേക്ക്, വേറൊരു സാഹിത്യ രൂപത്തിലേക്ക് മാറ്റും. ഇപ്പോൾ നാടകമാണെന്നുണ്ടെങ്കിൽ അതിനൊരു സിനിമ ആയിട്ടോ അല്ലെങ്കിൽ നോവലായിട്ടോ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ഒരു നോവലിനെ ആണെങ്കിൽ ഒരു സിനിമയായിട്ടോ ചിത്രീകരിച്ചു കൊണ്ടിട്ടുള്ളൊരു വിവർത്തനം, അതിനാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൽപ്പനം എന്ന് പറയുന്നത്. ഇതിന് തന്നെയാണ് ചിഹ്നാനന്തര വിവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞത്. റോമൻ യാക്കൂബ്സൺ ആണ് ഈ അനുകൽപ്പനത്തെ ചിഹ്നാനന്തര വിവർത്തനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി.
അതായത് ഉദാഹരണത്തിന് നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഷേക്സ്പിയറുടെ ഉദല്ലോ എന്ന് പറയുന്ന ആ ഒരു കൃതിയാണ് മലയാളത്തിലെ കളിയാട്ടം എന്നുള്ള സിനിമയായിട്ട് മാറിയത്. അപ്പോൾ ഒരു തികച്ചും ഒരു സാഹിത്യ രൂപം, അതായത് ഒദല്ലോ എന്ന് പറയുന്നത് ഒരു സാഹിത്യ രൂപമായിരുന്നു, അത് കല എന്നുള്ളൊരു രീതിക്ക് മാറി, സിനിമ എന്നുള്ളൊരു രീതിയിലേക്ക് മാറുമ്പോൾ കലാരൂപമായി. അപ്പോൾ കളിയാട്ടം എന്നുള്ള പേരിൽ സിനിമയായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും അനുകൽപ്പനം സംഭവിച്ചു അവിടെ. അതാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൽപ്പനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അനുകൽപ്പനത്തിന് ചില പൊതു തത്വങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ലക്ഷ്യഭാഷാകാരൻ്റെ അഭിരുചി, സ്വീകരിക്കപ്പെടുന്ന ആ ഒരു കൃതി എന്ന് പറയുന്നത് ലക്ഷ്യഭാഷാകാരൻ്റെ അഭിരുചി പ്രധാനമായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പം നോവൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോവലിലേക്ക് വിവർത്തനം ചെയ്താൽ കൂടുതൽ അനുവാചകരെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സിനിമ, നാടകം അതുപോലുള്ള കലാരൂപങ്ങളാണ് കൂടുതൽ അവിടെ ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഭിരുചിക്കാണ് പ്രാധാന്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നോവലിനെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് വിവർത്തകന്, അല്ലെങ്കിൽ വിവർത്തകൻ എന്നല്ല, അദ്ദേഹത്തെ അനുകൽപ്പനക്കാരൻ തന്നെ പറയേണ്ടി വരും. അനുകൽപ്പനക്കാരന് ആ ഒരു സാഹിത്യ രൂപത്തെ വേറൊരു രൂപത്തിലേക്ക്, കലാരൂപത്തിലേക്ക് മാറ്റി, സിനിമയെങ്കിൽ സിനിമ, നാടകമെങ്കിൽ നാടകം, ആ ഒരു രീതിക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടുത്തെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ വായനക്കാരുടെ ഒക്കെ ഇംഗിതം അനുസരിച്ചുകൊണ്ട്, അഭിരുചി അനുസരിച്ചുകൊണ്ട് മൂലഭാഷയിൽ നിന്നും ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തനം എന്നല്ല അനുകൽപ്പനം നടത്തുകയാണ്. ചിഹ്നനാനന്തര വിവർത്തനത്തിനാണ് അനുകൽപ്പനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ ഒരു സാഹിത്യ രൂപത്തിൽ നിന്ന് മറ്റൊരു കലാസൃഷ്ടിയിലേക്കോ സാഹിത്യ സൃഷ്ടിയിലേക്കോ മാറ്റുന്ന ഒരു രീതിയാണ് അവലംബിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പൊതു തത്വം എന്ന് പറയുന്നത് ലക്ഷ്യഭാഷാകാരൻ്റെ, സ്വീകരിക്കപ്പെടുന്ന കൃതി ലക്ഷ്യഭാഷാകാരൻ്റെ അഭിരുചിക്ക് പ്രാധാന്യം അനുസരിച്ച് കൊണ്ടിട്ടുള്ളതായിരിക്കണം. പിന്നെ ഒരു സംഗതി എന്ന് പറയുന്നത് പുതുമ നൽകുന്നതിലും ഈ അനുകൽപ്പനക്കാരൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പുതുമ നൽകുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം നോവൽ നമുക്കറിയാം, എഴുതി വയ്ക്കുമ്പോഴത്തേനും ഭാവനയുണ്ട്, നല്ല രീതിക്ക് തന്നെ നോവലായിട്ട് ആവിഷ്കരിക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ ഭാവനയൊക്കെ വിടർത്തി തന്നെ എഴുതുകയൊക്കെ ചെയ്യും. പക്ഷേ അതൊരു സിനിമയാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്തിയ വേറൊരു രീതിയാണ് അവിടെ അവലംബിക്കേണ്ടത് അല്ലേ. കൊറിയോഗ്രാഫിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേറൊരു പുതുമ സൃഷ്ടിച്ചുകൊണ്ടുള്ള കലാരൂപമായിട്ട് അത് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിക്കുള്ള കഴിവും കൂടെ അവിടുത്തെ ഈ അഡാപ്റ്റേഷൻ നടത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ അനുകൽപ്പനക്കാരന് വേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് പൊതുതത്വങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു അനുകൽപ്പനം സാധ്യമാവുകയുള്ളൂ. ഏതൊക്കെ? ഒന്ന്, സ്വീകരിക്കപ്പെടുന്ന കൃതി ലക്ഷ്യഭാഷാകാരൻ്റെ അഭിരുചിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരിക്കണം. രണ്ട്, പുതിയ രീതിയിലുള്ള വ്യാഖ്യാനം, ആ ഒരു പുതുമ നൽകുന്നതിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നൊരു വിവർത്തനമാണ് പിൻവിവർത്തനം എന്ന് പറയുന്നത്. 9ാമതായിട്ട് നമുക്ക് പറയാവുന്നതാണ് പിൻവിവർത്തനം. ഇത് അത്ര രീതിയിലൊരു മികച്ച വിവർത്തനമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതായത് നമ്മൾ പല ഭാഷയിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം വീണ്ടും മൂലഭാഷയിലേക്ക് അതിൻ്റെ പദങ്ങളെയോ അല്ലെങ്കിൽ ഒരു പാഠത്തെയോ അല്ലെങ്കിൽ പ്രയോഗത്തെയോ ഒക്കെ വിവർത്തനം ചെയ്യുന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് പിൻവിവർത്തനം എന്ന് പറയാം. ബാക്ക് ട്രാൻസ്ലേഷൻ, റൗണ്ട് ട്രിപ്പ് ട്രാൻസ്ലേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബൈബിൾ അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ബൈബിളിൻ്റെ മൂലഭാഷ എന്ന് പറയുന്നത് അർമായിക്കാണ്. അപ്പോൾ അത് അർമായിക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ പിൻവിവർത്തനം സാധിക്കും. പിൻവിവർത്തനം കൊണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വിവർത്തനത്തിൻ്റെ ഈ ഒരു സൂക്ഷ്മത, ഈ ഇപ്പോൾ അർമായിക്കാണെന്ന് പറഞ്ഞുള്ളൂ, അതുപോലെയുള്ള സൂക്ഷ്മതയൊക്കെ പരിശോധിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഭാഷാശാസ്ത്ര രീതിയായിട്ട് വേണമെങ്കിൽ പിൻവിവർത്തനത്തെ അവലംബിക്കാം. അല്ലാതെ മികച്ചൊരു വിവർത്തന മാതൃകയായിട്ട് നമുക്ക് പിൻവിവർത്തനത്തെ പറയാൻ പറ്റില്ല. ഇനി അവസാനത്തേതും 10ാമത്തേതുമായ വിവർത്തന ഭേദം എന്ന് പറയുന്നത് ലിപ്യന്തരണമാണ്. ട്രാൻസ്ലിറ്റേഷൻ എന്ന് പറയും ലിപ്യന്തരണം. അതായത് ലിപി മാറും. നമ്മൾ ഒരേ ധ്വനിപ്പിക്കും. ഇപ്പോൾ തിരുവനന്തപുരം മലയാളത്തിൽ എഴുതുമ്പോഴത്തേനും വേറെ ലിപിയാണ്, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വേറെ ലിപിയാണ്. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ സ്പെല്ലിംഗ് എന്ന് പറയും അല്ലേ, അത് വേറെ ലിപിയാണ്. അത് എഴുതി വരുമ്പോഴത്തേനും ഒരുമിച്ച് വായിക്കുമ്പോഴത്തേനും രണ്ടും ഒരേ ധ്വനി തന്നെയാണ് ധ്വനിപ്പിക്കുന്നത്. തിരുവനന്തപുരം, അതുപോലെ ഓക്സിജൻ, ഓരോ ഭാഷയിലും ഓരോ ലിപിയിലാണ് അത് എഴുതുന്നത്. അപ്പോൾ ആ ലിപിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു സംഗതിനെയാണ് ലിപ്യന്തരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വാക്കോ അതുപോലെ ഉച്ചാരണമോ ഒന്നും മാറുന്നില്ല, പക്ഷേയോ ലിപി മാറുന്നുണ്ട്. സമസ്ത വിവർത്തന മേഖലയിലും വാമൊഴി ആശയവിനിമയത്തിലും ഈ ഒരു പ്രവണതയാണ് സംഭവിക്കുന്നത്. ലിപ്യന്തരണമാണ് സംഭവിക്കുന്നത് സാധാരണയായിട്ട്. അപ്പോൾ അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഈ വിവർത്തന പരിചയം മലയാളം കമ്പ്യൂട്ടിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ബ്ലോക്ക് 1 ആദ്യത്തെ യൂണിറ്റ് വിവർത്തന പരിചയത്തിൻ്റെ ആമുഖമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ യൂണിറ്റ് 2 വിവർത്തനവും സംസ്കാരവും നോക്കാം.